ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു അപരാധം പിടിച്ച യൂണിവേഴ്സിലോട്ടാണ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ ഇത് മൾട്ടിവേഴ്സ് ഒക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ആവാനെ കൊണ്ടുള്ള വലിയ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സ് തന്നെയാണ്. സോ താല്പര്യമുള്ള ആളുകൾ മാത്രം, നിങ്ങൾക്ക് വെറുതെ കളയാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുഞ്ഞാറ്റ ഇച്ചായൻ, മറ്റേ ഹൈ റേഞ്ച് ഫാമിലി മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സ്, ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. കുറേ നാളുകൾക്ക് മുന്നേ ഇവരൊരു യൂണിവേഴ്സ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും നാളുകൾക്ക് ഇപ്പുറം ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് ഇവർ വീണ്ടും ആ ഒരു യൂണിവേഴ്സ് റീക്രിയേറ്റ് ചെയ്യാനെ കൊണ്ട് മറ്റേ സീസൺ 2 എന്ന നിലയിലേക്ക് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫോൺ കോളിനപ്പുറമോ അല്ലെങ്കിൽ ഒരു വീഡിയോ കോളിനപ്പുറമോ അല്ലെങ്കിൽ നിയമപരമായിട്ട് തീർക്കേണ്ടുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ രണ്ട് ആളുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ അത് തീർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് കുടുംബ പ്രശ്നമാണ്, എന്തിനാണ് സംസാരിക്കുന്നത് എന്നുള്ള ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, കുടുംബ പ്രശ്നം കുടുംബത്തിൽ ഇരിക്കണം. പബ്ലിക്കായിട്ട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക്കായിട്ട് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ നിലവിലെ പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തമ്മിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം ഇവർക്കൊരു കുഞ്ഞുണ്ട്, മിക്കു എന്നാണ് കുഞ്ഞിൻ്റെ പേര്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ ചൊല്ലിയിട്ടാണ് ഈ തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുഞ്ഞിനെ അച്ഛൻ്റെ ഒപ്പം വിടുന്നില്ല, എന്നാൽ അപ്പുറത്തുനിന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ മാസം ചെലവിന് 10,000 രൂപ ചെലവിന് കൊടുക്കേണ്ടതാണ് കോടതി എന്നൊക്കെ പറഞ്ഞേക്കാണ്. അത് ഇയാൾ കൊടുക്കുന്നില്ല. അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇച്ചായൻ ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണുന്നില്ല, ദൈവം കാണുന്നില്ല. ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം വേറൊന്നുമില്ല കേട്ടോ. ഇന്ന് മെയ് 10 2026 ഇന്നെൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നിൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ്റെ കൂടിയിപ്പില്ല, അവനെ കണ്ടിട്ടില്ല. അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവന് കേക്കോ അല്ലെങ്കിൽ അവനൊന്ന് കാണാനോ അവനോട് മിണ്ടാനൊന്നും പറ്റിയിട്ടില്ല. ഇൻഫ്ലുവൻസർ ആയിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ മക്കളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ദിനങ്ങൾ വരുമ്പോൾ നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്, ചേട്ടാ ഒരു വീഡിയോ അയച്ച് തരാമോ, എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞ് ബർത്ത്ഡേ. ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാനൊന്നുമില്ല, പണ്ടൊക്കെ എപ്പോഴോ ഇതുണ്ട്. അപ്പം ഇതൊക്കെ ആൾക്ക് അയക്കാനൊന്നുമില്ല. എൻ്റെ സ്വന്തം മകൻ്റെ ബർത്ത്ഡേക്ക് സ്വന്തം മകൻ്റെ ബർത്ത്ഡേക്ക് എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അപ്പം ഞാൻ വേറെ ഒന്നും അങ്ങനെ പറയുന്നില്ല. അപ്പം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ മിക്കു. അപ്പം ഈ അടുത്തിലാണെന്നൊന്നും വിഷമിക്കേണ്ട. അപ്പം കാണുന്നതല്ല, ദൈവം കാണുന്നതല്ല. എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് എന്തായാലും കാണണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മൈ സൺ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് ഓർത്താണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും പ്രാർത്ഥനയിൽ അവനെയും എന്നെ ഓർക്കുക. അത്രേ ഉള്ളൂ. അതിനുശേഷം ഹാപ്പി ബർത്ത്ഡേ മിക്കപ്പ, ഐ ഡോണ്ട് നോ വെൻ വി വിൽ സീ ഈച്ച് അതർ അഗെയിൻ, ഐ മിസ് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ ഇവർ കാണിക്കുന്നില്ല, കുഞ്ഞാറ്റയും ഫാമിലി കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ സംഭവം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് അപ്പുറത്തെ ആൾക്കാർക്ക് നേരെ കുറേ മെസ്സേജസും കമൻസും കോൾസും കാര്യങ്ങളൊക്കെ പോകില്ല, എന്തുകൊണ്ട് കാണിക്കുന്നില്ല അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കെ പുള്ളിക്കാരി, ഈ മിറാക്കിൾ ബ്യൂട്ടി വർക്സിലെ കുഞ്ഞാറ്റ പുള്ളിക്കാരി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈ റിപ്ലൈ എന്നും പറഞ്ഞുകൊണ്ട്. അത് മറ്റേ തൂക്കി ചുവന്ന കരങ്ങളോടെ പാട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു. ഇതിനകത്ത് ഇവരുടെ ഈ ഇച്ചായൻ്റെ കുറേ കുൽസിത ചാറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നൊക്കെ ഓൾറെഡി മുമ്പ് തന്നെ ഇത്തരത്തിൽ ഇച്ചായൻ്റെ ഇത്തരത്തിലുള്ള കുൽസിത ചാറ്റ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഈ ഒരു ചാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇച്ചായൻ ചാറ്റ് ചെയ്തേക്കുന്നത് ഈ കുഞ്ഞാറ്റാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് ഇച്ചായനെ ഒന്ന് മൂപ്പിച്ചിട്ട് അങ്ങനെ അയച്ചേക്കുന്ന ഒരു സംഭവമാണ്. ഇച്ചായൻ ഇതിനകത്ത് നിരപരാധിയാണെന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇച്ചായൻ ഇവിടെ പറയുന്നത്. എന്താണെങ്കിൽ ഇച്ചായൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ട്രെയിൻ പോലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റോറി ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പബ്ലിക്കായിട്ട് വീഡിയോ ആയിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാം വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് ഇച്ചായൻ്റെ ഒരു വീഡിയോ കാണാം. മെസ്സേജ് ഞാൻ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അകത്ത് മെസ്സേജ് ഹായ് എന്നെ അറിയുമോ? അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾ നോർമലി ഒരാൾ അയച്ചല്ലേ. അപ്പോൾ ഞാൻ തിരിച്ചു മറുപടി കൊടുത്തു, എനിക്ക് അറിയില്ല ആരാന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ മറന്നുപോയി, ഞാൻ ബാംഗ്ലൂർ അതായില്ലാന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചാൻ പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മളൊരാൾ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മാർക്കില്ലല്ലോ. മെസ്സേജുകൾ അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുഖം കണ്ടാൽ നമ്മൾ മാർക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ അയച്ചാൻ പറഞ്ഞു. എനിക്ക് 1 വ്യൂ ആയിട്ടാണ് ഫോട്ടോ അയച്ചിരുന്നത്. അതും ഇൻസ്റ്റാഗ്രാമിൽ ഒരു മോഡലിൻ്റെ ഫോട്ടോയാണ്. ആ സമയത്ത് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുമ്പോൾ ഫോട്ടോ ഉണ്ടാവല്ലോ, ഒരു മോഡൽ ഫോട്ടോ വന്ന് ആ ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ തന്നെ ഞാൻ ആ നമ്പറിൻ്റെ വാട്സപ്പിൻ്റെ ബോട്ടും കാര്യങ്ങളും നോക്കിയപ്പോൾ ഒരു പേര് കൊടുത്തിരുന്നു. ആ പേര് കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് അത് കഴിഞ്ഞ് ഈ ഫോട്ടോ ഞാൻ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ സാധനത്തിനെ കാണിച്ചു കൊടുത്തു. സാധനം എനിക്കിട്ട് എന്തോ പണി വരുന്നുണ്ടല്ലേ, കാരണം എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ കാണിച്ചു. കാരണം എന്നെ അറിയാത്ത ഒരാൾ, എനിക്ക് ബാംഗ്ലൂരാണ്, എൻ്റെ ലവറാണെന്നുള്ളത് ഞാൻ ഇട്ടിട്ട് പോയി. അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആ ഒരു ആൾ, അതായത് ഞാൻ വിവാഹം കഴിച്ചിരുന്ന ആൾ, ആ സമയത്ത് നമ്മുടെ ജീവനം പഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന സ്കൂളിൽ ഹോസ്പിറ്റലിൽ അന്ന് എന്തോ വയ്യാണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 500 രൂപ ഞാൻ ഈ പറയുന്ന വ്യക്തിക്ക്, അതായത് ഈ ഫോട്ടോ കാണുന്ന വ്യക്തിക്ക്, അതായത് ആ അയച്ച ഫോട്ടോ കാണുന്ന വ്യക്തിക്ക് ഞാൻ 500 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ എൻ്റെ നമ്പർ പോയി. അപ്പോൾ ആ നമ്പർ തരാമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുൻ ഭാര്യ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ കാണുന്ന റീലും കാര്യങ്ങളൊന്നും അല്ല സത്യം. ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന എനിക്കൊരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം റോട്ടിൽ കൂടെ യാത്ര ചെയ്ത് വന്നപ്പോൾ ഒരു പെൺകുട്ടിയെ കിടന്ന് കരയുക, അവർ ചെറുക്കനകത്തുണ്ട്. ഞാൻ അവരെ നോക്കി പറഞ്ഞ് എൻ്റെ മുഖത്ത് കാർക്കിച്ച്
ഏൽപ്പിച്ച ആളാണ് ആൾ. ആ ആൾ എൻ്റെ നമ്പർ ആൾക്ക് കൊടുക്കും. അപ്പോൾ തന്നെ എനിക്ക് പോയിട്ട് ഞാൻ അപ്പോൾ തന്നെ സാൻസ് ഇത് എനിക്കുള്ള പണി. അവൻ പറഞ്ഞു നീ റെക്കോർഡ് ചെയ്ത് വെച്ചോളാം പറഞ്ഞു. ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം റെക്കോർഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇതിനോട് ഭയങ്കര വളരെയായിട്ട് സംസാരിക്കുന്നത്. അതിന് സ്റ്റാർട്ട് മാറി ഞാൻ അങ്കമാലി അമ്മയുടെ കൂടെ ആക്കണേ. അപ്പോൾ ഞാൻ വോയിസ് അയക്കാൻ പറഞ്ഞു. വോയിസ് അയക്കാൻ കാരണം നമുക്ക് നോക്കണം. കാരണം എൻ്റെ അത്ര മോശമായിട്ട് സംസാരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ വിട്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ കുഞ്ഞുകുട്ടിയൊന്നുമല്ല. ഞാൻ പാൽ കുടിച്ചോണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ എനിക്ക് ഫോട്ടോ വോയിസ് അയക്കാൻ പറഞ്ഞു. സംസാരിക്കണം. അപ്പോൾ തന്നെ നമ്മൾ അത്രയും അടുത്ത് നിൽക്കുന്ന ആൾ നമ്മൾ വർഷങ്ങളോളം ഇവരെ കുഞ്ഞുനാൻ സംസാരിച്ചാണ്. ആ ആൾ എത്ര ഇരുന്ന് കുഞ്ഞുനാൻ സംസാരിച്ചാലും നമുക്കത് അറിയത്തില്ലേ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാൻ പറഞ്ഞാൽ സാൻസ ഇത് അവളാണ് എനിക്കുള്ള പണി വെച്ചിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ എവിടെ വരെ പോകുന്നത് അത് എൻ്റെ അടുത്ത് പറഞ്ഞ ആൾ ജോലി കഴിഞ്ഞ് നാളെ വരും. നാളെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കഴിയുമ്പോൾ ഞാൻ വരാം. ഉച്ച കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. ഞാൻ സ്കൂട്ടി കൊണ്ട് വരാൻ എനിക്ക് ലൊക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നിന്റെ ലൊക്കേഷൻ അയക്കാൻ പറഞ്ഞു. എൻ്റെ വീട് അങ്കമാലിയിലാണ്. ഞാൻ ഇപ്പോൾ ഉറങ്ങുക. ഞാൻ രാവിലെ വരെ എൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരി ഓക്കെ ഫൈൻ ഇതെല്ലാം പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞ് ഈ ചാറ്റിൽ എത്തിയപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇത് നീ എനിക്കിട്ട് വെക്കണമല്ലോ എന്ന് വെച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു തെരുവ് പറഞ്ഞു ഇങ്ങോട്ട് മെസ്സേജ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. അത്രയും വൾഗറായിട്ട് അത്രയും മോശമായിട്ട് എൻ്റെ ആ ആൾ ഇങ്ങനെ സംസാരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ അതിന് സീനാക്കി ഞാൻ വണ്ടി തിരിച്ചു. ഞങ്ങൾ തിരിച്ച് നേരെ ഞാൻ അടിമാലിക്കാൻ പോകുന്നു. ഞാൻ അടിമാലി എൻ്റെ കൂട്ടുകാരൻ ഞാനും എൻ്റെ അമൽ എന്ന് പറഞ്ഞ കൂട്ടുകാരോട് കൂടിയിട്ട് റൂം എടുത്ത് പിറ്റേ ദിവസം രാവിലെ വിളിച്ചു. എടുത്തില്ലേ മറ്റേ അഖിലിന്റെ അടുത്തല്ലേ കണ്ണാപ്പിയുടെ മലയുടെ മേടില് അന്ന് റൂം എടുത്തത് സീൻ ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ അവൾ അന്ന് രാത്രി ഓർക്കണ്ടോ ഞാനന്ന് മറ്റേ ആൻ്റപ്പനും ഞങ്ങൾ സാൻസിന് ഞാനിവിടെ കൂടി അന്ന് മറ്റേ അവർ മടത്തി പണിതുകൊണ്ടിരുന്നപ്പോൾ വന്നേ ഓർക്കണ്ടോ അന്ന് രാത്രി തിരിച്ചു പോയപ്പം അവൾ വേറെ പെണ്ണാന്നും പറഞ്ഞ് എനിക്ക് ഫോട്ടോയും വീഡിയോ അയച്ചു. ആ ഫോട്ടോ വീഡിയോ അയച്ചു തന്നിട്ട് അതിന്റെ കേസ് വെച്ചിട്ട് അവൾ പിറ്റേ ഓർക്കണം. ഞാൻ പോലീസുകാർ തെറി പറഞ്ഞു മറ്റേ വക്കീൽ വിളിച്ചു. അപ്പം അന്ന് ആ സീനിൽ അവളാ കൊടുത്ത കേസ് നീ ഓർക്കണല്ലോ പോലീസുകാർ വിളിച്ചപ്പം ഞാനിത് പറഞ്ഞിറപ്പിനല്ല നീ കേട്ടാ നീ മാത്രമാണ് എനിക്ക് സാക്ഷിയുള്ളൂ. കാരണം എന്റെ കൂട്ടുകാരനായിട്ട് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. നീ കേട്ടല്ലേ അവളന്ന് എന്നെ കൊണ്ട് വേറൊരു പെണ്ണാന്നുള്ള രീതിയിൽ ചാറ്റ് ചെയ്ത് വളരെ വളരായിട്ടുള്ള ഞാൻ നിന്നെ സ്ക്രീൻഷോട്ട് എല്ലാം കാണിച്ചു തന്നായിരുന്നു. അതെല്ലാം കാണിച്ചു തന്നിട്ട് ഈ പറയണ അവളാണ് അത് അന്ന് ആ കേസ് കൊണ്ടേ കൊടുത്തത്. എന്നിട്ട് ആ കേസ് നിലനിൽക്കില്ല. നീ ഓർക്കണ്ട പോലീസുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ അവള് തെറി പറഞ്ഞ് ഫോൺ ഓഫ് ആക്കി ഓർക്കണ്ടോ. ഇത് ഈ സംഭവം അറിയുന്ന ഒരു കൂട്ടുകാരന്റെ വോയിസ് ക്ലിപ്പാണ് പുള്ളിക്കാരൻ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിലവിൽ ഇച്ചായം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ എനിക്കിങ്ങോട്ട് കുറെ ഈ വൾഗർ കുറെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ മറ്റേ പാൽക്കുപ്പി പയ്യനൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ ഞാനും അങ്ങോട്ടേക്ക് അയച്ചു. അപ്പം പുള്ളിക്കും താല്പര്യകക്ഷി ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് അയച്ചു. പക്ഷെ പറ്റിപ്പോയ അമളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അയച്ചു പോയിട്ട് ഒന്ന് സംസാരിക്കുന്ന വെച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ കൊച്ചു വന്നപ്പോഴത്തേക്കിന് ഇത് കുഞ്ഞാറ്റയുടെ സൗണ്ട് ആണെന്നുള്ളത് മനസ്സിലായി. ഛേ ഒരു സ്റ്റാൻസ് മിസ്സായില്ല. വേറെ ആരൊക്കെയോ ആണെന്ന് വിചാരിച്ചിട്ടായിരുന്നു പുള്ളി ഇരുന്നിട്ടുണ്ടായിരുന്നത്. വേറെ ആരുടെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കേസ് കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിലവിൽ ബാക്കി പല ആളുകൾക്കും മെസ്സേജ് അയച്ചേക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി കിട്ടി. അത് കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ടും പുള്ളിക്കാരി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇനി പുള്ളിക്കാരിയുടെ സ്റ്റോറിയിലോട്ട് പോകാം. രണ്ടാളുകളും ട്രെയിൻ പോലെ ഇട്ടേക്കുന്ന സംഭവമാണ് ഈ സ്റ്റോറി. ഇതൊക്കെ ഇനി പുള്ളിക്കാരി പറയുന്നത് കേൾക്കാം. മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് അതെ ഞാൻ അമലിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അത് പറഞ്ഞ് തന്നെയാണ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് മന്ത് ഇവന്റെ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് മെസ്സേജ് അയച്ചു. ആളായിട്ട് ഞാൻ ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്. ഞാൻ ആളുമായിട്ട് ഇവൻ മെസ്സേജ് അയച്ചു. വളരെ വളരായിട്ടുള്ള രീതിയിൽ മെസ്സേജ് അയച്ചു. ഞാനത് കണ്ടു പിടിച്ചു. രണ്ട് കൂട്ടരും പറഞ്ഞു ക്ഷമിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവൻ മെസ്സേജ് അയച്ചു. നമ്മുടെ ഫാൻ പേജുകളൊക്കെ നടത്തുന്ന ഏതോ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചു. ഫാൻ പേജ് മുഴുവൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാൻ പേജ് നടത്തുന്ന പെൺകുച്ച് മെസ്സേജ് അയച്ച സ്ക്രീൻഷോട്ട് ഇവൻ കുറച്ച് ന്യൂഡ് പിക്ചേഴ്സ് അയച്ച് കുറച്ച് പിക്ചേഴ്സ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഇത് അങ്ങനെ ഒരു 5-6 കേസ് കഴിഞ്ഞ പിന്നെയാണ് ഇവൻ ഇതെല്ലാം നിർത്തി. ഞാൻ ഇങ്ങനെയൊന്നും പോകത്തില്ല. അപ്പോൾ ഇനി ഇതുപോലെ ഒന്നും ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെയൊന്നും ആവത്തില്ല, ഞാൻ MDMA ഒന്നും യൂസ് ചെയ്യത്തില്ല, ഞാൻ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്ക് തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ കുറച്ച് ഇഷ്യൂ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നു. മിക്കുന്നത് 10 മാസം പ്രായമുള്ളൂ. അപ്പോൾ വീട്ടിൽ പോയി നിന്നു. വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനൊരു പുതിയ സിം എടുത്തിട്ട് ഞാൻ ഇവനെ അതായത് അമൽ പൗലോസ് എന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ വേറൊരു പെൺകുട്ടിയാണെന്നുള്ള രീതിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഈ ഒരു കുട്ടിയാണ്, എനിക്ക് നിങ്ങളെ കാണുമ്പോൾ പുതിയ അതായത് എനിക്ക് ഓൾറെഡി പുള്ളിയുടെ ഡൗട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണോ, അത് ഇവൻ ഇതുപോലെ തന്നെയാണോ, പണ്ടത്തെ പോലെ തന്നെയാണോ ഇപ്പോഴും എന്നറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇവൻ MDMA യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ ഇവൻ MDMA പിക്ചേഴ്സ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ ഇപ്പോഴും MDMA യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പിള്ളേർക്ക് ഇതുപോലെ തന്നെ അതായത് ഒരാൾ ചാറ്റ് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതുപോലെ തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഞാൻ പഴയ കാര്യങ്ങളും അതുപോലെ ഇവർ ഇപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതുപോലെ പിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അതെല്ലാം സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയാണ് ഞാൻ അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തത്. സോ ഇതുപോലെയാണ് ഞാൻ 2023 ഫസ്റ്റ് കേസ് ഫയൽ ചെയ്യുന്നത്. ഫയൽ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നാൾ എൻ്റെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിയായിട്ട് സംസാരിച്ചു. ഒരു കൗൺസിലിംഗ് കൂടി ഇപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടില്ല. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താ പുള്ളി കരയുന്നു മെഴുകുന്നു, അപ്പോൾ പുള്ളി ഇനി നന്നാവും, അങ്ങനെയാണ് ഇനി ഒരു ഇതുണ്ടാവത്തില്ല എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും കൊച്ചിന് വേണ്ടിയിട്ട് ജീവിതം മുന്നോട്ട് പോവാണ്. എൻ്റെ ഓൾറെഡി എൻ്റെ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ ജീവിക്കാൻ തയ്യാറാവുകയാണ് മിക്കുവിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ്ലി കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ റിപ്പീറ്റ്ലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനൊക്കെ എന്ത് ഉത്തരമാണ് തരേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇതിന് ചെയ്യേണ്ടത്? ഞാനൊരു ഡിവോഴ്സിന്റെ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് ഒക്കെ ഇവന്റെ അയച്ചതാണ്, അത് ആരയച്ചതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് കുറെ പെൺകുട്ടികൾ അയച്ചേക്കുക, ചേച്ചി അന്ന് പറയാൻ പറ്റിയില്ല, നിങ്ങളുടെ ഫാമിലി തകരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അന്ന് പറയാൻ പറ്റി. ഇപ്പോൾ ഞാനിട്ട പോസ്റ്റിന്റെ അവിടെ ഇരുന്ന് വെളുപ്പിക്കത്തേ ഉണ്ടാവുള്ളൂ. അക്കൗണ്ട് ഹാക്കായി അല്ലാതെ പോയ മെസ്സേജുകളാണെന്നൊക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ തെളിവോട് കൂടി നമ്മൾ പൊക്കിയതാണ്, തെളിവോട് കൂടി നീ സമ്മതിച്ചതാണ്, തെളിവോട് കൂടിയിട്ട് നിന്നെ പൊക്കി നീ എന്നോട് കാല് പറഞ്ഞ് കാലയിൽ പിടിച്ച് മാപ്പ് പറഞ്ഞ് കരഞ്ഞതാണ്. അപ്പോൾ ഹാക്കായതും എന്തുവാണെന്നുണ്ടെങ്കിലും നീ കണ്ടുപിടിക്കാം, നീ തെളിവും കൊണ്ടുപോവാ, അതായത് ഹാക്കായി പോയതാണെന്നുള്ള തെളിവും കൊണ്ടുപോവാ. ഓക്കെ. അപ്പുറത്തെ ഇച്ചായം പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് മുമ്പൊരെണ്ണം ഉണ്ടായിരുന്നു, അത് ഹാക്കായി പോയി, അപ്പോൾ അതിനകത്തുള്ള സംഭവങ്ങൾ നമുക്ക് അറിയത്തില്ല എന്നൊക്കെയുള്ള രീതിയിലാണ്. പക്ഷേ
ഇപ്പം കഴിഞ്ഞ ദിവസം പുള്ളിക്കാരി ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം നമ്മൾ തുടക്കത്തിൽ വെച്ചില്ല, അപ്പോൾ അതിനകത്ത് ഈ കുറേ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അതിനുശേഷവും ഇത്തരത്തിൽ പല ആളുകളും റീസെൻ്റ് ആയിട്ട് പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ ചാനലിൽ നിന്നുണ്ടായിരിക്കുന്ന അനുഭവത്തെ പറ്റിയിട്ടൊക്കെ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പുറത്ത് ഇച്ചായം പറയുന്നത് മുമ്പ് എനിക്കൊരു ഫേക്ക് ഐ ഡി ഉണ്ടായിരുന്നു, അപ്പോൾ മുമ്പൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അത് ഹാക്കായി പോയതാണ് എന്നുള്ള രീതിയിലായിരുന്നു പുള്ളി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങളോട് നമുക്ക് കേൾക്കാം. ചെയ്യുന്നതിന് ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഈ എനിക്കെതിരെ ഒരു സ്ത്രീ എന്താ അപരാധം പറഞ്ഞു കഴിഞ്ഞാലും ഒരു വിഷയമില്ല, പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവർ കേസ് കൊടുത്ത വീഡിയോ ഡിലീറ്റ് ആക്കും. അതിന് ഏറ്റവും കൂടുതൽ ഒരു ഉദാഹരണമായിട്ട് ഞാനൊരു സാധനം ഇതിന്റെ ബാലൻസ് കൊടുക്കാട്ടോ. നിങ്ങൾ അല്ല, സംഭവം ഇവിടെ കുഞ്ഞാറ്റ പുള്ളിക്കാരി സമ്മതിക്കുന്നുണ്ടെന്ന് ഫേക്കായിട്ട് ഇങ്ങനെ മൂപ്പിച്ചിട്ട് ഇങ്ങനെ എങ്ങനെ അറിയാനെ കൊണ്ടൊന്ന് നോക്കിയതാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് സ്റ്റിൽ ഈ പറയുന്ന ഇതിന്റെ അല്ലാതെ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ. പക്ഷെ അതല്ലാതെ ബാക്കിയുള്ള ആൾക്കാർക്കും അയക്കുന്നുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും ബാക്കിയുള്ള പലർക്കും അയക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇതിന്റെ ഇടയിൽ കൂടെ നീ എന്തിനടി കയറി വന്നത് എന്നുള്ള മൈൻഡ് സെറ്റാണ് പുള്ളി പറയുന്നത്. അവർ കുറെ ഫേക്ക് ഒക്കെ ഉണ്ടാക്കി ചിലർ വിശ്വസിക്കും, നമ്മൾ പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നുള്ളത്. ഇനി അടുത്തൊരു സാധനം ഉണ്ട്. അവരോട് കൊച്ചിനെ കാണാൻ ശനിയാഴ്ച വരണ്ടെന്ന് പറഞ്ഞത് ഈ പോസ്റ്ററിനും ഇതിനും അതുപോലെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിന് തീരുമാനമായിട്ട് കൊച്ചിനെ കാണാം. അത് കൂടുതൽ കാണണ്ട, അത് ഞാൻ കേസ് കൊടുക്കാൻ പോകും, അത് കഴിഞ്ഞിട്ട് കാണാൻ. ഇത് ബാക്ക് ടു ഈ കുഞ്ഞിന്റെ കേസാണ് പറയുന്നത്. അപ്പം വീഡിയോ ഫോട്ടോ ഇതൊക്കെ ഡിലീറ്റ് റിമൂവ് ആക്കുവാണെങ്കിൽ വന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സൈഡിൽ നിന്ന് പറഞ്ഞു എന്നുള്ളൊരു വോയിസ് ആണ് വെച്ചേക്കുന്നത്. എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് എന്ത് പറഞ്ഞു, ഇത് ആരുടെ എങ്ങനെ ഏത് കോണ്ടസ്റ്റിൽ പറഞ്ഞെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനെ ഒരു വോയിസ് മാത്രമാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഫോട്ടോ വീഡിയോ ഈ സാധനം പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഇത്തരത്തിൽ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, കാണാൻ സമ്മതിക്കുന്നില്ല, ഞാനിങ്ങനെ മിസ് ചെയ്യാണ് എന്നുള്ള രീതിയിൽ പബ്ലിക്കോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഓഫ്കോഴ്സ് അവർക്ക് ഈ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ വരിക. അപ്പോൾ ഇതിനകത്തുള്ള സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കുഞ്ഞിന് ചിലവിന് കൊടുക്കുക കാര്യങ്ങളും ചെയ്യുന്നില്ല, കോടതി എന്ന് പറഞ്ഞാണ്. അതിന് കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ജോലിയില്ല, അതില്ല, പൈസ ഇല്ല എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പുള്ളി ഇവിടെ പറയുന്നുണ്ടായിരുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടിലാണെന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പം ഏത് കോണ്ടസ്റ്റിൽ ഇത് പറഞ്ഞു എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇനി ബാക്കി കേൾക്കാം. പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കൊച്ചിന്റെ കയ്യിൽ നിന്ന് ഞാൻ മറ്റേ പൈസ കാര്യങ്ങൾ കൊടുക്കണം നിർത്തി. അതിനെല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിനെ കാണാം മാസത്തിൽ 2 ശനിയാഴ്ച. അത് ഞാൻ ഇവിടുന്ന് അവിടെ പോകണം. എൻ്റെ അപ്പനോ അമ്മയോ എൻ്റെ അനിയനും വിടില്ലല്ലോ, അപ്പോൾ അവർക്ക് കാണാനുള്ള അധികാരമുള്ളൂ. ഫോട്ടോ എടുക്കാം, പക്ഷേ ആർക്കൈസ് കൊടുക്കാൻ പാടില്ല, എവിടെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല, ഇന്ന് ചെയ്യാൻ പാടില്ല. എനിക്ക് ഫുൾ നിയന്ത്രണം. അതുകൂടാണ്ട് 5000 രൂപ ഈ പറയുന്ന ആളുടെ അപ്പൻ്റെ അക്കൗണ്ടിലേക്ക്, അതായത് എൻ്റെ കൊച്ചിൻ്റെ അമ്മയുടെ അപ്പൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അത് കൂടാണ്ട് ഇവരുടെ ഈ കൊച്ചിനെ കൊണ്ടുവരുമല്ലോ, അത് ഈ പറയുന്ന കൊച്ചിൻ്റെ അമ്മയുടെ അമ്മയാണ് കൊണ്ടുവരുന്നത്. ആ അമ്മയ്ക്ക് കൊണ്ടുവരുന്നതിനുള്ള പൈസ ഞാൻ കോടതി കൊണ്ടുവരുന്ന പൈസ ഞാൻ കൊടുക്കണം. ഒന്ന് അത് 500 വെച്ച് കൊടുക്കണം. 2 ശനിയാഴ്ച 1000 രൂപയോ, അപ്പോൾ 6000 രൂപ. ഇത് കൂടാണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കൊച്ചിന്റെ സ്റ്റഡി എക്സ്പെൻസ് അത് ഞാൻ നോക്കണം. അതുകൂടാണ്ട് കൊച്ചിന് ഹോസ്പിറ്റൽ 3000 രൂപ മേളിൽ വന്ന് അത് ഞാൻ കൊടുക്കണം. ഇതെല്ലാം ഞാൻ കൊടുക്കാം. പക്ഷേ കൊച്ചിനെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ നിർത്തില്ല, വിടത്തില്ല. കൊച്ചിനെ എൻ്റെ കൂടെ വിടത്തില്ല. ഒന്ന്, എനിക്ക് കൊച്ചിനെ കോടതി ചെന്ന് അവിടുന്ന് ജസ്റ്റ് ആ ദിവസമെങ്കിലും പുറത്ത് കൊണ്ടുപോകാനുള്ള അധികാരം അതില്ല. 2, മൂന്നാമത്തെ കാര്യം, കൊച്ചി കിലോ കണക്കിന് ഫ്രൂട്ട്സ് ആണ് ഡെയിലി തിന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഫ്രൂട്ട്സ് കിലോ അതിന് ഞാൻ എക്സ്ട്രാ പൈസ കൊടുക്കണം. ഈ ജൂൺ തൊട്ട് ഞാൻ കൊച്ചിന്റെ പഠിക്കാനുള്ള പൈസ ഞാൻ കൊടുക്കണമായിരുന്നു. പിന്നെ അത് മാത്രം ഈ ജൂൺ വരുമ്പോൾ തൊട്ട് 5000 എന്നുള്ളത് 6000 രൂപ, പിന്നെ എല്ലാ വർഷവും 1000. ഇതൊന്നും കൊടുക്കണേ എനിക്ക് കുഴപ്പമില്ല. ഒരു അച്ഛൻ്റെ അവകാശം എന്ന് പറയുന്നത് കോടതി ചെന്ന് സ്ട്രെയിനറെ പോലെ ഞാൻ നിന്ന് കണ്ടിട്ട് കൊച്ചിന്റെ കൂടെ ഒരു എന്താ പറയുക, ഒരു അവകാശമില്ലാത്ത രീതിയിൽ ഞാൻ ഇത്രയും പൈസ കൊടുത്ത്. എൻ്റെ ഇപ്പോൾ ഒന്നുമില്ല, എനിക്ക് ജോലി കാര്യങ്ങളൊന്നുമില്ല, ഞാൻ യൂട്യൂബ് കാര്യങ്ങൾ അത്യാവശ്യം എൻ്റെ കാര്യങ്ങളൊന്നും പോകുന്നുണ്ട് എന്തായാലും. പക്ഷേ എന്നാലും ഞാൻ ഇതിൻ്റെ എൻ്റെ കൂടെ നിന്നുണ്ടായിരുന്ന എല്ലാം കൊണ്ടുപോയില്ലേ, എല്ലാം കൊണ്ടുപോയിട്ടും പിന്നെ ഞാൻ ഈ കൊച്ചിന്റെ പേര് പറഞ്ഞ് എൻ്റെ നിന്ന് നക്കി തിന്നാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഇങ്ങനെ എന്നാ ചെയ്യും? കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിന്റെ ഒരു അച്ഛന് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും എനിക്ക് വേണം. എല്ലാ അവകാശങ്ങളും എനിക്ക് തരാമെങ്കിൽ ഞാൻ പൈസ കൊടുത്തേ. പക്ഷേ 2-3 മാസം ഞാൻ കൊടുത്തു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. നാണോ നിങ്ങൾക്ക്? നാണോ? ഞാൻ ചോദിക്കുന്നേ. ആ കൊച്ചിന്റെ അവകാശങ്ങൾ എനിക്ക് നേരെ എനിക്ക് അവനെ കൊണ്ട് ഞാൻ ഇപ്പോൾ ചോദിക്കുള്ളൂ. ഒരു അമ്മ എന്നുള്ള എനിക്ക് ഞാനൊരു അവകാശം തന്നേക്കാം, നീ എടുത്തോ. ആ കൊച്ചിനെ മാസത്തിൽ 1-2 ദിവസം കൂടെ വിട്. അവന്റെ അപ്പൻ എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് അവനെ കൊണ്ടുവരാൻ, അവനെ കാണാനോ അവന്റെ അതിനുള്ള അവകാശം തായോ. എന്നിട്ട് നീ കൊച്ചിന് ചെലവ് കൊടുക്കാൻ പറ. അത് പറഞ്ഞാൽ നീ പറഞ്ഞൊരു അന്തസ്സുണ്ട്. നീ ചുമ്മാ കാശ് മേടിച്ചത് കൊച്ചിനെ ആണെങ്കിൽ ഏതാണ്ട് മറ്റേ എന്നെ അഭ്യർത്ഥനക്കാരെ എന്നെ കാണിക്കുന്ന രീതിയിൽ കാണിച്ചിട്ട് കാശ് കൊടുക്കാൻ പറഞ്ഞ അന്തസ്സുള്ള ആരെങ്കിലും ഉൾപ്പുള്ള ആരെങ്കിലും ഇങ്ങനെ പറയുമോ? നിങ്ങൾക്കിത് ഫോൺ ചെയ്ത് പറയേണ്ട കാര്യമല്ല ഉണ്ടായിരുന്നുള്ളൂ. ഇത് പബ്ലിക്കിൽ വന്നിട്ട് ഇനി നീ പറയണം, നീ ഇത് തന്നേ പറ്റുള്ളൂ, കുഞ്ഞിനെ എനിക്ക് വിട്ടുതരാന്ന് പറഞ്ഞിട്ട്. അല്ലെ പിന്നെ നിങ്ങൾ കോടതിയിൽ പോയി ലീഗലി അങ്ങനെ പോവാ. ഇപ്പൊ എന്തായാലും കേസ് കാര്യങ്ങളൊക്കെ മീൻസ് ലീഗലി ഡിവോഴ്സ്ഡായി അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അല്ലാതെങ്കിൽ ഒരു ഫോൺ കോളിനപ്പുറം പറയേണ്ട സംഭവം വന്നിട്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ പറയുന്നത്. പിന്നെ കുഞ്ഞിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങേര് മുമ്പ് തന്നെ ഒരിക്കൽ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടൊരു ഒരു സംഭവമാണ്. അതായത് കുഞ്ഞിനെ കാണാൻ പോകാൻ എനിക്ക് പറ്റുന്നില്ല, കാര്യം വണ്ടിക്കൂലി ഒരു 10-100 രൂപ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 100 രൂപ പോലും കയ്യിലെടുക്കാനില്ലാത്ത ഒരുത്തൻ പിന്നെ എന്തിനാ ഞാൻ ചോദിച്ചു പോവാണ് സീരിയസ്ലി ഗൈസ്. അപ്പോൾ പൈസ ഇല്ല. പിന്നെ അപ്പം ആ ഒരു ഇതിന് മുമ്പാണെങ്കിലും കുഞ്ഞാൻ്റെ പുള്ളിക്കാരി കുറെ കഷ്ടപ്പെട്ട് ഒക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ജോലിയില്ല ഒന്നിനും പോത്തുമില്ല. എന്നിട്ട് കൂലിപ്പണിക്ക് പോയാലെങ്കിലും കുറച്ച് പൈസ കിട്ടും. സീരിയസ്ലി പറയുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ എൻ്റെ പൈസ ഇല്ല. അത് ഇപ്പം അതുകൊണ്ടാണോ നിങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടാണോ പൈസ കൊടുക്കാത്തതുകൊണ്ടാണോ അവർ കാണിക്കാത്തത്, അല്ലെങ്കിൽ അവർ കൂടുതൽ എക്സ്ട്രാ പൈസ ചോദിച്ചതുകൊണ്ടാണോ നിങ്ങൾ കൊടുക്കാത്തത്? എന്താണ് ശരിക്കുള്ള പ്രശ്നം? പിന്നെ ഉള്ളത് മിക്കുവിനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മിക്കുവിനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നത്, മിക്കു ഇപ്പൊ എന്റെ കയ്യിൽ പെർമനന്റ് കസ്റ്റഡിയാണ്. അതുപോലെ തന്നെ മിക്കുവിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും കോടതി പ്രകാരം അവനുണ്ട്. അമൽ പൗലോസ് എന്ന മിക്കുവിന്റെ അപ്പനുണ്ട്. അതുപോലെ തന്നെ മിക്കുവിന്റെ അപ്പന് കാണാനുള്ള അവകാശം, ചെലവിന് കൊടുക്കാനുള്ള അവകാശം 5000 രൂപ വെച്ച് മാസം ചെലവിന് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ജാനുവരി 2026, അതായത് ഈ വർഷം ജാനുവരിയിൽ, അതിന് മുന്നേ 2 മാസം മുന്നെയാണ് നമുക്ക് ഈ ഒരു ഉത്തരവ് കിട്ടിയത്. അന്ന് ഒരു 2 മാസം നവംബറിലും ഡിസംബറിലും
ആണോ ഡിസംബറിലും ജാനുവരിയിലും ആണോ എന്നറിയില്ല 2 മാസം പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട് കൊച്ചിന് 5000 രൂപ വെച്ച് എൻ്റെ പപ്പയുടെ അക്കൗണ്ടിലോട്ട് ഇടേണ്ടത് അങ്ങനെ 5000 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പുള്ളിനെ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ പുള്ളി മിക്കുവിന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ജാനുവരിയിൽ ഈ വർഷം തുടക്കത്തിൽ ജാനുവരിയിൽ കൊച്ചിന് എന്നോട് സ്നേഹമില്ല, എനിക്ക് ഇനി കൊച്ചിനെ വേണ്ട, എനിക്ക് ഇനി കൊച്ചിനെ വിളിക്കണമെന്നില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നില്ല, ഞാൻ ഇനി കൊച്ചിനെ കാണാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വക്കീലിനോട് ആളുടെ വക്കീലിനോട് സംസാരിച്ച് കൊച്ചിന്റെ കയ്യിൽ നിന്ന് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരുന്നു. ആഴ്ചയിൽ 2 തവണ വിളിക്കായിരുന്നു, അതുപോലെ തന്നെ മാസത്തിൽ 2 തവണ കാണാറുന്നു. അത് കോടതി വളപ്പിൽ വെച്ചിട്ടാണ് കാണാമുള്ളൂ, കാരണം അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങളല്ല ഈ കൊച്ചിനെ ഇത് ചെയ്യണതിന്റെ പെറ്റീഷണർ, പുള്ളിയാണ് പെറ്റീഷണർ. പുള്ളി അങ്ങനെ എഴുതി തന്നിരിക്കുന്നതാണ്, അല്ലാതെ കൊച്ചിനെ എടുത്തോ പെർമനന്റ് കസ്റ്റഡി എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി പെറ്റീഷൻ കൊടുത്തിട്ട് എഴുതി തന്നിരിക്കുന്നതാണ് മിക്കു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാനുള്ള അവകാശം, അതുപോലെ തന്നെ ചെലവിന് കൊടുക്കണം, 5000 രൂപ ചെലവിന് കൊടുക്കണം, അതൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 2 മാസം എനിക്ക് തോന്നുന്നു ഡിസംബറിലും ജാനുവരിയിലും പുള്ളി ചെലവിന് കൊടുത്തിട്ടുണ്ട്. ഒരു 2 4 തവണ എങ്ങാണ്ട് പുള്ളി കൊച്ചിനെ വിളിച്ചിട്ടുണ്ട്, 2 തവണ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് കൊച്ചിനെ വേണ്ട, കൊച്ചിനെ കാണണ്ട, ഈ കൊച്ചുമായിട്ട് ഒരു ഇതുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ തിരിച്ച് മേടിക്കാന്ന് പറഞ്ഞ് ഫോൺ തിരിച്ച് മേടിച്ചുകൊണ്ട് പോയ ഒരാളാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് എൻ്റെ കൊച്ചിനെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഇതാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൊച്ചു കൂലിപ്പണിക്ക് പോകുന്നവർക്ക് കിട്ടും അത്യാവശ്യം ഒരു പൈസ, ഡെയിലി വേജസ്. അതുപോലും അത് പണിയില്ല, എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ കൊച്ചിന് ചെലവ് കൊടുക്കാത്ത, എനിക്ക് കൊച്ചിന് ചെലവ് കൊടുക്കാത്തതിൽ ഒരു വിഷയമില്ല. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണം, അതുപോലും കൊടുക്കാൻ വയ്യാത്തവർ, ഇത്രയും നാളായിട്ട് ആ കുഞ്ഞിന്റെ കൂടെ ഞാൻ ഇത്രയും നാളും ജീവിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോയിട്ട് ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു സാധനമോ എൻ്റെ കൊച്ചിന് മേടിച്ച് കൊടുക്കാത്ത ഒരാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വരുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പൊ വിളിപ്പിക്കാൻ ഞാൻ ആ കുഞ്ഞിന്റെ അവസ്ഥയാണ് ആലോചിക്കുന്നത്. കാര്യം ആ കുഞ്ഞിപ്പം കുഞ്ഞായിട്ട് ഇപ്പം ചുറ്റുമുള്ളതൊന്നും മനസ്സിലാക്കി അത്രത്തോളം ഉള്ള പ്രായമൊന്നും ആവാത്തതുകൊണ്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. അതല്ല, ഒരു കുറച്ചുകൂടെ ആ കാര്യങ്ങളൊക്കെ അറിയാൻ പ്രായമായിട്ടൊരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. തൻ്റെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഇത്തരത്തിൽ നോക്കുമ്പോൾ അച്ഛനും അമ്മയും കിടന്നിട്ട് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുകയല്ല, സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുണ്ടാക്കുകയാണ്, നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് പൈസ തരുന്നില്ല, മറ്റേ തരുന്നില്ല, മറിച്ച് തരുന്നില്ല പറഞ്ഞിട്ട് ആ ഒരു കുഞ്ഞിനുണ്ടാവുന്ന അല്ലെങ്കിൽ ആ ഒരു ബോധമാവുന്ന ഒരു പ്രായത്തിലാണെങ്കിൽ ആ കുഞ്ഞിനുണ്ടാവുന്ന ട്രോമ പറ്റിയിട്ട് ഒന്ന് ആലോചിക്കുക. ഇനി ഇതാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതുപോലൊക്കെ കണ്ടും കേട്ടും ഒക്കെ ഇവരുടെ ഒരു വീടിനുള്ളിൽ നടക്കേണ്ടുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ഒരു ഫോൺ കാർഡിന് അപ്പുറം ഇപ്പുറമായിട്ട് നടക്കേണ്ടുന്ന സംഭവങ്ങൾ ലോകം മൊത്തം കാണിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിൽ എങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കുണ്ടാക്കുന്നത്. അപ്പം ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന്റെ നിസ്സഹായ അവസ്ഥയാണ് ചുറ്റുമുള്ളൊന്നും അറിയാനെ കൊണ്ട് ആ കുഞ്ഞിന് ഇപ്പം അത്രത്തോളം പ്രായമൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു കുഞ്ഞിന്റെ കാര്യം ഇവർ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടുപേർക്ക് ഈ പറഞ്ഞ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ കുഞ്ഞാറ്റ പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇട്ടത് ഞാൻ ഇപ്പം അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ നാട്ടുകാരുടെ മുന്നിൽ കള്ളിയായി പോകും അല്ലെങ്കിൽ ആൾക്കാർ എന്നെ തെറ്റിദ്ധരിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്നുള്ളതാണ് പുള്ളിക്കാരി ഇവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവസാനമാണെങ്കിൽ ഡിവോഴ്സും കാര്യങ്ങളും ആയതിന്റെ കാരണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഒന്ന് പോട്ടെ, അടുത്ത വീഡിയോസ് ഞാൻ എന്തായാലും ഇതിന്റെ പുറകെ ഞാൻ പറയാം എന്തുകൊണ്ടാണ്, ആരുടെ അഭിഹിതം പിടിച്ചിട്ടാണ് അല്ലെങ്കിൽ ആരുടെ എന്ത് പിടിച്ചിട്ടാണ് ഞാൻ അവസാനം എൻ്റെ വീട്ടിലോട്ട് കൂടും കുടിക്കായിട്ട് ഇറങ്ങി പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു. അതായത് കുഞ്ഞാറ്റയുടെ അവിഹിതം ആണ് സീനായി പ്രശ്നമായി എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഇനിയിപ്പം കുഞ്ഞാറ്റയുടെ സൈഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് പ്രകാരം ഞാനിവിടെ അനൂപ്, ഞാൻ പറയാൻ പേര് അനൂപ്, എൻ്റെ ഫ്രണ്ടാണ്. അവന് ഒരു പൈസ ഇടപാടിന്റെ കാര്യം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സ് ആയി എന്നാണ്. അതായത് ഞാൻ രാവിലെയാണോ ഉച്ചയ്ക്കാണോ, ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്, ഞാൻ അമലിന് കുറച്ച് പൈസ ഇട്ട് കൊടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു എവിടെയാണെന്ന് ചോദിച്ചിട്ട് റിപ്ലൈ ഒന്നുമില്ല, വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ആൾ നല്ല കൂടിച്ച് ഫിറ്റ് ആയിട്ട് തിയേറ്ററിൽ സിനിമ ആണ് നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് കണക്ക് പറഞ്ഞു, അതായത് കണക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അയച്ചു തരുന്ന പൈസ അറ്റ്ലീസ്റ്റ് ഒന്ന് മനസ്സിലാക്കി യൂസ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് അവിടെ വീട്ടിലോട്ടുള്ള ചെലവിനുള്ള പൈസ അയച്ചു തന്നെ, അതായത് അവന് ഫുഡ് മേടിച്ച് കഴിക്കാനുള്ള പൈസ ഞാൻ അയച്ചു തന്നാണ്. ഏകദേശം ഈ മാസം ഞാൻ 2 ലക്ഷത്തി സംതിങ് ട്രാൻസാക്ഷൻ എനിക്ക് നടന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചാണ്. അവൻ പറയുന്നുണ്ട് ഞാൻ എന്തോ അല്ല, നമ്മുടെ തുണിയുടെ ബിസിനസിന്റെ ഭാഗമായിട്ട് അയച്ചാണ്. തുണിയുടെ ബിസിനസിന് ഇവൻ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് ആണ് പേയ്മെന്റ് ചെയ്യുന്നത്. ഇവൻ പോയി സാധനം കളക്ട് ചെയ്യാന്നല്ലാതെ ഇവൻ ഞാൻ യാതൊരുവിധ പേയ്മെന്റും ഡയറക്റ്റ് ആയിട്ട് ഞാൻ അയച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ ഇവൻ അയച്ചിരിക്കുന്ന ഫുൾ പൈസയും ഇവൻ ഓരോ പ്രാവശ്യം ടയർ മാറണം, ഇൻഷുറൻസിന്റെ ഇത് മാറണം, അങ്ങനെ മാറണം, ഇങ്ങനെ മാറണം എന്ന് പറഞ്ഞ് എൻ്റെ കള്ളം പറഞ്ഞ് മേടിച്ചിരിക്കുന്ന പൈസയാണ് അത് മുഴുവൻ. അത് കഴിഞ്ഞ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാൾട്ടയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പൈസ ഞാനാണ് അടയ്ക്കുന്നത്. അതിന് വേണ്ടി 300 യൂറോ മാറുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു ആൺകുട്ടി, അവന്റെ പേര് ഞാൻ ഇതിനകത്ത് വലിച്ചടിക്കുന്നില്ല, അവന്റെ കയ്യിലോട്ട് 300 യൂറോ ഞാൻ കൊടുത്തിട്ട് അവൻ എനിക്ക് ഇന്ത്യൻ മണി ആയിട്ട് തന്നു. അപ്പോൾ അത് ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ കിട്ടണം. അതിനാണ് അവൻ ആദ്യം ചോദ്യം ചെയ്തത്. അതായത് ഇവൻ ചോദ്യം ചെയ്യണമെങ്കിലാണ് എന്തിനാ നിനക്ക് ഇത്രയും പൈസ, നീ അങ്ങോട്ട് കൊടുത്തില്ല, നീ ഇങ്ങോട്ട് തന്നിട്ടില്ല, എന്തിനാണ് നിനക്ക് ഇത്രയും പൈസ തന്നു എന്ന് ചോദിച്ചിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ അനൂപിന്റെ പേരോ അല്ലെങ്കിൽ അനൂപിന്റെ ഇതോ അതൊന്നും ഇല്ല അവിടെ. അത് കഴിഞ്ഞിട്ട് അനൂപ് എന്തിനാണ് 2000 രൂപ നിനക്ക് ഇട്ടത്, ഞാൻ അവന് 20 യൂറോ കൈ കൊടുത്തു, അതുകൊണ്ട് അവൻ എനിക്ക് 2000 യൂറോ ഇങ്ങോട്ട് ഇട്ടു, 2000 രൂപ ഇന്ത്യൻ മണി എനിക്ക് ഇങ്ങോട്ട് ഇട്ടു. അതിലെന്താണ് തെറ്റ്? ഇവിടെ പിന്നെ യൂറോ മാറുന്നത് ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്, കയ്യിലുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റും. ആദ്യമായിട്ടാണ് അനൂപ് എനിക്ക് ആ പൈസ ഇട്ട് തരുന്നത്. അതായത് ഞാൻ 20 യൂറോ കൊടുക്കുമ്പോൾ അവൻ എനിക്ക് 2000 രൂപ ഇട്ട് തരുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ അതുപോലെ തന്നെ അവന് ഞാൻ 2000 രൂപ ഇട്ട് കൊടുത്തിട്ട് അവൻ എനിക്ക് 20 യൂറോയും തന്നിട്ടുണ്ട് 3-4 ദിവസം മുന്നേ. അപ്പോൾ അല്ലാതെ ഒരു റിലേഷൻ ഉണ്ടായിട്ടാണെന്നാണ് ആ ഒരു തെളിവ്. അല്ലാതെ നീ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നീ അതൊന്ന് തെളിയിക്കാതെ, അതായത് ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും മെസ്സേജ് അയച്ചോ ഉണ്ടെങ്കിൽ ഒന്ന് തെളിയിക്കോ എന്ന് പറ. ആഫ്റ്റർ ഞാൻ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ എങ്ങനെ നടന്നോട്ടെ? ഞാനിപ്പോൾ ഓരോരുത്തരുടെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കോ പാട്ട് പാടുവോ നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഞാൻ എൻ്റെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞാൽ പോലെ, നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഞാനത് എങ്ങനെ ജീവിച്ചാലും നിനക്ക് നഷ്ടമില്ലല്ലോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ ഒരുപാട് പറയുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, നീ പറ ഓരോന്ന്. അപ്പോൾ ഞാൻ അത് പുള്ളിക്കാരി പറഞ്ഞത് ന്യായം. കാര്യം ഇവർ വിവാഹ ബന്ധത്തിൽ ഇരിക്കുന്ന ടൈമിൽ പുള്ളിക്കാരി മറ്റൊരു റിലേഷൻഷിപ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാം. പക്ഷേ ഇതങ്ങനെയല്ല. ഡിവോഴ്സ്ഡ് ആയതിനു ശേഷം
പുള്ളിക്കാരി ഏതൊരു ബന്ധത്തിൽ ആരോടൊപ്പം പോയെന്ന് പറഞ്ഞാലും പോയില്ല എന്ന് പറഞ്ഞാൽ അത് ഇച്ചായനെ നോക്കേണ്ട ആവശ്യമില്ല. കാര്യം അത് ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്നുള്ളത്. ഓക്കെ, ഇപ്പം ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളസാരി ഉടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കണം എന്നുള്ളതല്ലല്ലോ. അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകാതിരിക്കുക, അതൊക്കെ അവരുടെ താല്പര്യമാണ്, അവരുടെ ഇഷ്ടമാണ്. അതിനകത്ത് ഒരാളും പോയി പിന്നെ കൈ കടത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനാണ് പുള്ളിക്കാരി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിവാഹബന്ധത്തിൽ നിൽക്കുന്ന ടൈമിൽ അങ്ങനെ പോയിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പുള്ളിക്കാരിക്ക് ആ ഒരു സമയത്തൊക്കെ വന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ചാറ്റോ കാര്യങ്ങളോ ആ സമയത്ത് പുള്ളിക്കാരിയുടെ ഇല്ല. കാര്യം അങ്ങനെ പുള്ളിക്കാരി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇച്ചായൻ്റെ കാര്യത്തിൽ അതിന് മുന്നേ അതിന് ശേഷം ഒക്കെ ഉള്ള കുറേ സംഭവങ്ങൾ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് നേരെ പറയുന്നത് എൻ്റെ അന്നൊരു അക്കൗണ്ട് ഹാക്കായി പോയി. അന്നൊരു അക്കൗണ്ട് ഹാക്കായി പോയിട്ടുണ്ടാവും, പക്ഷെ അതിനുശേഷമുള്ള സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെയോ ഇനി ബാക്കി ഇച്ചായൻ പറയുന്ന കാര്യമൊക്കെ ഇപ്പം ബാക്കി ഞാൻ എല്ലാം ഇരുന്നൊന്ന് ഒരു കൂട്ടി സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ബാക്കി ഇടാം കേട്ടോ, എല്ലാം കൂടെ വെച്ചിട്ട്. ഇനി അവിടെ നിന്ന് എന്തൊക്കെ വരും, ഓപ്പോസിറ്റ് എന്തൊക്കെ വരും എന്ന് നമ്മൾ ഏത് യുദ്ധത്തിലാണെന്നുണ്ടെങ്കിൽ രാത്രി യുദ്ധം നിർത്തണം. ഞാൻ ഇത്ര അതിന് മടുത്തു. അതെ, യുദ്ധത്തിലാണ് നമ്മുടെ ഇച്ചായമ്പം. രാത്രി യുദ്ധമാണ് തുടങ്ങിയിരിക്കുന്നത്, സോഷ്യൽ മീഡിയയിലൂടെയുള്ള യുദ്ധമാണ് സുഹൃത്തുക്കളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാം. എന്താണെങ്കിലും ഇനി ഇതിന് ശേഷം പുള്ളിക്കാരി പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു, അപ്പം നമുക്കതൊന്ന് കേൾക്കാം. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തീരെ ആഗ്രഹിക്കുന്നില്ല. പണ്ടത്തെ പോലെ ഒരു നെഗറ്റീവ് കമന്റ് വന്നില്ലെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഇതിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പീസ്ഫുൾ ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിടെ കയറിയിട്ട് കുറേ ഓസ്കാർ ലെവൽ ആക്ടിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഓരോന്ന്. അപ്പോൾ ഇതിനകത്ത് പെട്ടുപോയ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതായത് പൊന്നൂസ് എനിക്ക് ഞാൻ എന്നാണ് യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്ലാറ്റ്ഫോം തുടങ്ങി അന്ന് തൊട്ട് എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചാണ്. അവള് ഈ പൊന്നൂസ് എന്ന് പറയുന്നത് നമ്മുടെ മല്ലു ഫാമിലിയിലെ പൊന്നൂസ് ഉണ്ടല്ലോ, ആ പൊന്നൂസിൻ്റെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. ഇതിന് ശേഷം പുള്ളിക്കാരി ഇട്ടേക്കുന്ന ഫസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഈ തൂക്കിച്ച് വന്നവരോട് ഇതിട്ടേക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് ഒരു കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ജീവിതത്തിലോ കുടുംബജീവിതത്തിലോ ഇങ്ങനെ ഒരു കാര്യമോ അല്ലെങ്കിൽ അവൾ ഇതിനകത്ത് പെട്ടുപോയതാണ്. മീൻസ് അവളുടെ പേര് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് അവളുടെ പേരും വേറെ കുറച്ച് ഇൻഫ്ലുവൻസിന്റെ പേരും വേറെ കുറച്ച് പേരുടെ പേരോടും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ആ ചാറ്റിൽ അത് പെട്ടുപോയതാണ്. അല്ലാതെ പൊന്നൂസ് ഈ ഒരു പ്രശ്നത്തിലല്ല അവൾക്ക് ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. അതുപോലെ തന്നെ അവളുടെ ജീവിതത്തിൽ എനിക്കറിയാവുന്നതിൽ വെച്ചിട്ട് അവൾ ഏറ്റവും നല്ലൊരു കുടുംബിനി തന്നെയാണ്, നന്നായിട്ട് കുടുംബം നോക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾക്കും ഇതുവരെ മോശമായിട്ട് മെസ്സേജ് മറ്റേ ആള് മറ്റേ വ്യക്തി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഗമ ഞാൻ അവരുമായിട്ട് അങ്ങനെ പോയിട്ടുണ്ട്, ഞാൻ ഇവരുമായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് അങ്ങനെ ഒരു ഇത് നേരത്തെ കണ്ട ഒരു കാര്യമാണ്. ഞാൻ ആ ഒരു മെസ്സേജ് ഞാൻ നേരത്തെ കണ്ടതാണ്. അങ്ങനെയൊക്കെ എനിക്ക് അന്നേ പൊന്നൂസായിട്ട് സംസാരിച്ച് അത് എന്താണെന്ന് തീരുമാനം ഉണ്ടാക്കാറുണ്ടല്ലോ. ഞാൻ അവളുടെ അടുത്ത് ചോദിക്കുക പോലും, ഇത് ഇത്ര അറിഞ്ഞിട്ട് ഞാൻ ചോദിക്കുക പോലും ചെയ്തില്ല. കാരണം എനിക്കറിയാം അവൾ എങ്ങനെയുള്ള ഒരാളാണെന്ന്, അതുപോലെ തന്നെ ഈ വ്യക്തി എങ്ങനെയുള്ള ഒരാളാണെന്നും. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വലിയ പൊങ്ങച്ചം പറയുന്ന രീതിക്ക് അതും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരും ഈ പൊന്നൂസും അതുപോലെ തന്നെ എൻ്റെ അമ്മേനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട രീതിയിലൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ അല്ലാതെ ഇതിനകത്തോട്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഇൻഫ്ലുവൻസ്ഡ് അല്ല. ഇതിനകത്ത് അയച്ച മെസ്സേജുകൾ അയച്ച കുട്ടികളെല്ലാം എനിക്ക് തിരിച്ച് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അയക്കാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഇതിനകത്ത് പൊന്നൂസ് പുള്ളിക്കാരി നല്ലൊരു കുടുംബിനി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ശരിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മല്ലു ഫാമിലി അതിനെക്കാട്ടി വലിയ കിടിലാണ്. ഞാൻ പറഞ്ഞില്ലേ, മൾട്ടിവേഴ്സ് ആയിട്ട് ഇനി ഇത് എക്സ്റ്റെൻഡ് ആവും. അപ്പം ഇതിനകത്ത് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഇവരുടെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ആയ സമയത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംസാരങ്ങളൊക്കെ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഈ പൊന്നൂസിന്റെ ഈ മല്ലു ഫാമിലിയുടെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇവർ അതിനെക്കാട്ടി വലിയ പുലിയോ കൂടായ്പകളാണ്. കാര്യം എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ആദ്യം ഒന്ന് ഡിവോഴ്സ് ആവുന്നു, വീണ്ടും ഒന്നിക്കുന്നു, പിന്നെ പിരിയുന്നു, ഒന്നിക്കുന്നു. ഏറ്റവും അവസാനം കാണിച്ചേക്കുന്ന ഒരു സാധനമായിരുന്നു ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയെന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതിനുശേഷം വീട്ടിൽ കല്യാണം കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എന്ത് പൊട്ടന്മാരാ, ബാക്കി കേൾക്കാം. ഇവൻ ഞാൻ അനുഭവിച്ച സ്ട്രഗിൾസ് ഇത് ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ചിലപ്പോൾ ഒരു ഡ്രഗ്സിന്റെ കാര്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറയുന്ന അതായത് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതിനപ്പുറം നടന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇച്ചായനും അപ്പുറത്തെന്ന് പറയുന്നത് ഇതാണ്, ഈ കണ്ടതൊന്നും അല്ല, ഇതിനപ്പുറമുള്ള കുറെ കാര്യങ്ങൾ, ഇതിനപ്പുറമുള്ള കുറെ കാര്യങ്ങൾ. എന്നാൽ പിന്നെ അപ്പുറമുള്ള കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയൂ, കേൾക്കട്ടെ. പിന്നെ ഒരു കാര്യം, അതായത് ഇവൻ ഈ അവിഹിതത്തിന്റെ കഥ അങ്ങനത്തെ കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. MDMA കഥയോടെ ഇവൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇവനെ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാനിത് ഉപയോഗിക്കരുത്, ഞാനിത് പോലീസിന് റിപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാൽ പറയുമ്പോൾ നിന്നെ നിന്റെ വീട്ടുകാരെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഇതിന്റെ പുറകെ ഉള്ളവർ നിന്റെ വീട്ടുകാരെയും കൊല്ലും എന്നൊക്കെ പറഞ്ഞു. ഇനി കൊല്ലോ ചാവോ എന്താണെന്ന് ചാവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്തായാലും എന്റെ ജീവിതം ഇത്രയായി, എന്റെ ജീവിതം ഇത്രയും തീർന്നു കിട്ടി, എനിക്ക് ഇനി ഇതിൽ കൂടുതൽ ഒന്നും തീരാനൊന്നുമില്ല. ഇത്രയും വലിയൊരു സംഭവമൊക്കെ പറയുമ്പോഴത്തേക്കിന്, ഇതൊക്കെ പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്ത് കളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന്, എടി ഇതൊന്നും ഇവിടെ ഈ പറയുന്ന നിയമവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് ഇച്ചായം പറയുന്നൊരു സാധനമുണ്ട്. ഈ പറയുന്ന ഡിവോഴ്സ് പരീക്ഷ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം കൊടുക്കുമ്പോഴത്തേക്കിന് ഇതിന്റെ കാര്യമൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ ആ സംഭവം ഒന്നും വായിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ലല്ലോ, അത് എന്താന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. ഇനി അതല്ല, ഇങ്ങനത്തുള്ള ഭീഷണി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെ നിയമവും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം ഈ തീർച്ചയായും ഇങ്ങനെ ഒരു സംഭവമൊക്കെ പറയുമ്പോഴത്തേക്കിന് പ്രോപ്പറായിട്ട് അങ്ങനെ ഒരു വെയിൽ പോകേണ്ടതല്ലേ. അപ്പൊ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തുകളി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്തൊക്കെയാ ഇത് എനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ട് ഇത് എന്ത് കഴിയും ഇതിന്റെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്ത് തീരുമാനങ്ങൾ ഉണ്ടാവും. ഞാനിപ്പോൾ എന്റെ വശം ഞാൻ പറഞ്ഞില്ലാന്നെങ്കിൽ ഞാൻ ഇന്നും കള്ളി, അല്ലെങ്കിൽ ഞാൻ ഇന്നും പിഴച്ചെടുക്കുന്നവളോ ആയിട്ട് തീരും. അപ്പോൾ എനിക്ക് എന്റേതായ കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ എന്റേതായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാനും എന്റെ കുഞ്ഞും ഇൻ കേസ് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ കൊച്ചിനെ കൊണ്ടുവരാത്ത എന്താന്ന്, എനിക്ക് അതിന് സമയം.
സത്യമാണ്. ഇതിപ്പം പുള്ളിക്കാരിയുടെ സൈഡ് പറഞ്ഞില്ലേ, പുള്ളിക്കാരി കള്ളിയാവും, ആൾക്കാരുടെ മുന്നിൽ പുള്ളിക്കാരി തെറ്റുകാരി എന്നുള്ള നിലയിലാവും. കാര്യം ഇത് സാധനം വന്ന് പടച്ചു വിട്ടേക്കുന്ന ഈ അമൽ പൗലോസ് എന്ന് പറഞ്ഞ നിശ്ചയം തന്നെയാണ്. കാര്യം വന്നിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, ഈ മിസ് യു, സാധാരണ കുറേ ആൾക്കാരുടെയൊക്കെ ഇത്തരത്തിൽ പലരുടെയും ബർത്ത്ഡേ വിഷ് കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കിന് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഒരു നെഗ് കാര്യങ്ങളൊക്കെ വരൂലേടെ. ഇവർക്കിടയിൽ മാത്രം പൈസ ഇത്രയും 5000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞത് കൊടുത്തില്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാൻ വരുന്നില്ല എന്ന് പറയുന്നു, പിന്നെ കുഞ്ഞിനെ കണ്ടില്ല എന്ന് പറയുന്നു. എടി ഇവർ ഈ പറയുന്ന അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കോടതിയിൽ ലീഗലി തീർക്കേണ്ടുന്ന സംഭവമല്ലേ? അല്ലെങ്കിൽ ഇവരൊരു ഫോൺ കോളിൽ അപ്പുറത്തേക്ക് വക്കീൽ ത്രൂ അല്ലാതെ ഒക്കെ സംസാരിച്ച് തീർക്കേണ്ടുന്ന സാധനമാണ് നേരെ വന്ന് ഇങ്ങനെ ഇട്ടേക്കുന്നത്. എന്താണെങ്കിലും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ യുദ്ധമാണ് കേട്ടോ, യുദ്ധം. നമ്മുടെ അമൽ പൗലോസ് രാത്രിയിലെ യുദ്ധം അങ്ങോട്ട് പടത്തു വിട്ടേക്കാണ്. അപ്പം ഈ യുദ്ധം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. ആ കുഞ്ഞിന്റെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ കുഞ്ഞിനെ കാണിക്കുന്നതൊക്കെ പറയുമ്പോഴത്തേക്കിന് ആ കുഞ്ഞിന്റെ അടുത്ത് നിങ്ങൾ രണ്ടുപേരും എന്ത് ഇതാണ് കാണിക്കുക ഞാൻ ആലോചിക്കുന്നത്. അന്ന് ഓൾറെഡി ഇത് പറഞ്ഞ് രണ്ടെണ്ണം കൂടെ ഈ പറഞ്ഞ രണ്ടുപേരുടെ കാര്യങ്ങൾ ഇതുപോലെ അന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത് മൊത്തം അലമ്പായിട്ട് തിരിച്ചു പോയതാണ്. അതിനുശേഷം വീണ്ടും ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കിന് ഇതിങ്ങനെ ഇവിടെ കിടക്കൂലേ? നാളുകളിലും കുഞ്ഞു വളർന്നു വരുമ്പോൾ തന്നെ ഈ പറയുന്ന അച്ഛനമ്മ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിമഴ കൊണ്ടായി ഞങ്ങളെല്ലാവരും കണ്ടേ. നാട്ടുകാരെ എന്നൊരൊറ്റ ചോദ്യം മതി, ആ കുഞ്ഞിന് വലിയൊരു ട്രോമ ഉണ്ടാകാനൊക്കെ ഉണ്ട്. അതുപോലും മനസ്സിലാവാതാണ് കിടന്നിട്ട് രണ്ടെണ്ണം കൂടെ കിടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതൊരു മൾട്ടിവേഴ്സ് ആയിട്ട് ഇനി ചിലപ്പം എക്സ്റ്റെൻഡ് ആയേക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് നല്ല ചിക്ലികളുള്ള കണ്ടന്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ശരി.